യേശു എന്റെ അടിസ്ഥാനം, ആശ്രയമവനിലത്രേ. അവനെന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിന് മുൻപാകെ ദൈവത്തിൻ്റെ ആലോചനകളെ കേൾക്കുവാൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ശ്രവിക്കുവാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവവചനം മുൻപാകെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. തിരുവചന ചിന്തയ്ക്കായി ഈ പ്രഭാതത്തിൽ 131 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അകത്തുനിന്നും പുറത്തുനിന്നും അനവധി എതിർപ്പുകൾ, അസൂയ, പക, ഇത് നിമിത്തമുള്ള നിരന്തര പോരുകൾ, അനവധി കഷ്ടങ്ങൾ. എന്നാൽ അതിൻ്റെ മധ്യേ ദൈവവചനം ധ്യാനിച്ച്, പ്രാർത്ഥിച്ച്, ആരാധിച്ച്, ദിനംതോറും തന്നെ ക്രമീകരിച്ച്, തൻ്റെ മനസ്സിനെയും പ്രാണനെയും താലോലിച്ച്, പ്രതികൂലങ്ങളിൽ മിണ്ടാതാക്കി, ദൈവനാമം മഹത്വപ്പെടുമാറ് ജീവിതം നയിച്ച് വളരെ പക്വത പ്രാപിച്ച ദാവീദിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 131 സങ്കീർത്തനം. എൻ്റെ ചിന്താവിഷയം 1 വാക്യത്തിൻ്റെ 2 പാർട്ടാണ്. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ തന്നിലുള്ള കുറവുകളെ കണ്ടുപിടിച്ച് പരിഹരിച്ച് വിജയജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ നയിക്കുവാൻ ശ്രദ്ധയുള്ളയാളായിരുന്നു ദാവീദ്. ദാവീദ് പറയുന്നു, ഞാൻ ഗർവിക്കുന്നില്ല. ദാവീദ് തൻ്റെ ജീവിതത്തിൽ നിഗളത്തിന് സ്ഥാനമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. എൻ്റെ ഹൃദയം ഗർവിക്കുകയോ നിഗളിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെപ്പറ്റി എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് പറഞ്ഞത്. ഏത് ഉന്നതമായ നിലയിലെത്തിയാലും ഒന്നിനാലും ഗർവവും നിഗളവും ഹൃദയത്തെ ബാധിക്കാതെ ശുദ്ധ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ നന്ദിയോടെ സാക്ഷിക്കുമ്പോൾ ആ ജീവിതത്തെപ്പറ്റി ദൈവവും നല്ല സാക്ഷ്യം നൽകും. ദാവീദ് അടുത്തേ പറയുന്നേ, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. ഒരു ദൈവത്തിൻ്റെ ദൈവാശ്രയ ജീവിതം വിട്ടകന്ന് നിരീശ്വരവാദിയാകാതിരിപ്പാൻ, ബുദ്ധിക്ക് കോട്ടം തട്ടി വട്ടനാകാതിരിപ്പാൻ, ലക്ഷ്യമല്ലാത്ത ജീവിതം നയിച്ചവസാനിക്കാതിരിപ്പാൻ ഏറ്റവും നല്ലത് ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ ഭൗമിക അഭിവൃദ്ധിക്ക് ഉതകുന്നതിനാവശ്യമായ അറിവുകൾ പരിശുദ്ധാത്മാവിനാൽ സ്വർഗം തൻ്റെ വചനത്തിൽ കൂടെ പകർന്നു നൽകിക്കൊണ്ടായിരിക്കുന്നത്. അത് ബുദ്ധിമണ്ഡലത്തെ വികസിപ്പിക്കും, ഹൃദയത്തെ സന്തോഷിപ്പിച്ച് ബലപ്പെടുത്തി ആത്മീയ പുരോഗതിയിലേക്ക് ഉപരിയായി ദൈവത്തിങ്കലേക്ക് മടിപ്പിക്കും. എന്നാൽ ആത്മാവിൻ്റെ ആലോചന വിട്ട് ജഡബുദ്ധിയിൽ ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് ബുദ്ധിയെ ഒരടിമയെ പോലെ ദണ്ഡിപ്പിച്ചു കഴിയുമ്പോൾ, അതിൻ്റെ സമനില വിടുമ്പോൾ അതേ ഭ്രാന്ത് പിടിച്ചു പറയുന്നത് പൗലോസിനോട് റോമൻ ഭരണാധികാരിയായ ഫെസ്തോസ് പറഞ്ഞതോർക്കുക, വിദ്യാഭുഗുത്വത്താൽ ഭ്രാന്തുണ്ടാകുമെന്ന്. ദാവീദ് ഈ ആരോഹണഗീതം എഴുതാനുണ്ടായ പശ്ചാത്തലം, ദാവീദിനെ കുറിച്ച് താനൊരു സ്ഥാനമോഹിയാണെന്നൊക്കെ പലരും പറഞ്ഞു പരത്തുന്ന കാലത്ത്, ഞാനോ എളിയവനും ദരിദ്രനുമാണ്, കർത്താവിനെ ഓർക്കുന്നു എന്ന് പറഞ്ഞ ദൈവദാസനെ കുറിച്ചാണ് അപവാദ പ്രചരണം നടത്തിയത്. ആടുകളെ മേയിച്ചു നടന്ന ദാവീദിന് ഒരു സ്ഥാനമോഹവും ഇല്ലായിരുന്നു. പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിൽ ദൈവാത്മ നിയോഗത്താൽ ചെന്ന് ദാവീദിനെ വരുത്തി അഭിഷേകം ചെയ്തു കൊടുത്ത നിയോഗമായിരുന്നു ഇസ്രായേലിന്റെ പ്രഭുവാക്കി തന്നെ ഉയർത്തുക എന്നുള്ളത്. താൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ച കാര്യമല്ല.
എന്നാൽ അധികാരത്തിൽ ദൈവം കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കിയ ശൗലാണ് ദാവീദിനെതിരെ ദോഷം ചെയ്ത് നടന്നേ. ശൗലിന്റെ ആളുകളാണ് താൻ അധികാരമോഹി എന്ന് പ്രചരണം നടത്തിയത്. ദൈവസന്നിധിയിൽ തന്റെ അവസ്ഥ തുറന്നു കാട്ടി സംസാരിക്കുകയാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ ചെയ്യുന്നത്. മുലകുടി മാറിയ പൈതലിനോട് തന്നെ സദൃശ്യപ്പെടുത്തി ഒരു പൈതൽ നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഒരു ശിശുവിന്റെ ഹൃദയത്തോടെ ജീവിച്ച ഭക്തനായിരുന്നു ദാവീദ്. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിക്കുന്നില്ല, ഞാൻ ഏതാണ്ടാണെന്നുള്ള ഭാവമാണല്ലോ ഈ ഗർവം എന്നൊക്കെ പറയുന്നത്. ദാവീദ് എളിയവൻ എന്ന മനോഭാവക്കാരനായിരുന്നു. ഗർവമുള്ളവരാണ് ചീർത്തിരിക്കുന്നത്. ആ സ്വഭാവം ദാവീദിൽ കാണുന്നില്ല. അനേകരുടെ പതനത്തിന് കാരണമാണ് നിഗളം. നിഗളികളോട്, അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നെന്ന താഴ്മയുള്ളവരെ ദൈവം കടാക്ഷിക്കും. നിഗളിച്ച ലൂസിഫർ പിശാചായി തീർന്നു. നിഗളിച്ച ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി നെബൂഖദ്നേസർ കാളയെ പോലെ പുല്ല് തിന്ന് 7 വർഷം ജീവിക്കേണ്ടി വന്നു. നിഗളിച്ച ഹേരോദാവ് കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ദാവീദിന്റെ ജീവിതത്തിൽ നിഗളിയായി ജീവിച്ച് നടന്നിരുന്നെങ്കിൽ അവരെ പോലെയുള്ള അന്ത്യമായിരുന്നു തനിക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള അന്ത്യമല്ലാത്തത് താൻ നിഗളി അല്ല എന്നതിൻ്റെ തെളിവാണ്. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ ഇടപെട്ട് അനേകർ തത്വചിന്തകരും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ആയിത്തീരുകയാണ്. ഒരു ശിശു ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലോ അത്ഭുത വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. സർവജ്ഞാനിയായ ദൈവത്തിന് സർവജ്ഞാനത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ പിറുപിറുക്കാനോ താൻ താല്പര്യപ്പെട്ടില്ല. 139 സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുമെന്ന് നീ അറിയുകയാ. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ലെന്നാ. ഭയങ്കര അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നതിൻ്റെ പ്രവൃത്തികൾ അത്യത്ഭുതമാകുന്നെന്ന് ദാവീദ് പറഞ്ഞു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായതാണ്, നിന്റെ ആകത്തുകയും എത്ര വലുതാണെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചു. നമ്മുടെ വഴികളേക്കാൾ ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉന്നതവും ശ്രേഷ്ഠവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ, ദൈവം നമ്മളിൽ പ്രവർത്തിക്കുവാനുമായി നമുക്ക് ഈ പ്രഭാതത്തിൽ വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങൾ ഇടപെട്ട് ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നാം എന്തോ ആരൊക്കെയാണെന്നുള്ള ഭാവം നമുക്കെറിഞ്ഞു കളയാം. ദൈവസന്നിധിയിൽ താഴാം. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ലോകമാലിന്യത്തിൽ മുഴുകി ലോകജ്ഞാനത്തിൽ കൂടി പലതും കണ്ടുപിടിക്കുവാൻ, ഗ്രഹിക്കുവാൻ തുനിയാതെ നാം അങ്ങനെ തുനിഞ്ഞാൽ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടവരെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിങ്കിലുള്ള പ്രത്യാശ ജീവിതം നമുക്ക് ഒന്ന് മുറുക്കാം. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല, അവിടുത്തെ ആലോചനയാൽ എന്നെ വഴി നടത്തണമേ. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം. കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.